പോലീസിന്റെ അടുത്ത നീക്കം എന്ത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നിരവധി പോലീസ് സ്റ്റേഷനുകളിലെ CIമാർ ഈ സമീപ പ്രദേശത്തു നിന്നുള്ള ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന്റെ സമീപ പ്രദേശത്തു നിന്നുള്ള നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് CIമാരടക്കമുള്ള സുഗതന്റെ വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുന്നു. കൂടുതൽ വിദഗ്ധ പരിശോധന ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കൂടുതൽ വിദഗ്ധ പരിശോധനയുണ്ട്. സുഗതൻ പോലീസിന് നൽകിയ ഈ ഡോക്ടർമാരോട് നൽകിയ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകണം ഇപ്പോൾ കൂടുതൽ വൈദ്യപരിശോധന വിദഗ്ധമായ പരിശോധന ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രിക്ക് അകത്തേക്ക് സുഗതനെ ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. അത് അധികം വൈകാതെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ സുഗതനില്ല എങ്കിൽ കൂടി മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സ സംബന്ധിച്ച കാര്യങ്ങളുണ്ടോ അതറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഒരു സംഘർഷാവസ്ഥയിൽ നിന്നുമാണ്, വെടിവെപ്പടക്കമുണ്ടായ അവസ്ഥയിൽ നിന്നുമാണ് സുഗതനെ കസ്റ്റഡിയിലേക്ക് എടുത്തത്. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. അതിനുള്ള പരിശോധനയാകണം ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്നത്. സുഗതൻ ഡോക്ടർമാരോട് എന്താണ് വിശദീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ഏകദേശം ഒരു 10 മിനിറ്റോളം സമയം ഡോക്ടർമാരുമായി സുഗതൻ സംസാരിച്ചിരുന്നു. പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ഡോക്ടറോട് സംസാരിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ആശുപത്രിക്ക് അകത്തേക്ക്, ജനറൽ ആശുപത്രിക്ക് അകത്തേക്ക് കാഷ്വാലിറ്റിയിൽ നിന്നും അകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പരിശോധന ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അത് കഴിഞ്ഞാൽ അവിടെ നിന്നും പുറത്തേക്ക് ഇറക്കും. പുറത്തേക്ക് ഇറക്കിയാൽ നേരത്തെ അനശ്വര ചോദിച്ചതുപോലെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ ആകുമോ കൊണ്ടുപോകുക, അതോ സമീപ പ്രദേശങ്ങളിൽ ഉള്ള മറ്റു പല CIമാരുമുണ്ട്, അതിനാൽ അവിടേക്ക് എവിടേക്കെങ്കിലും എത്തിക്കുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. പക്ഷേ നിലവിലത്തെ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ആവശ്യത്തിനുള്ള പോലീസുകാർ, അവിടെ എത്തിയ ആളുകളെ നിയന്ത്രിക്കാൻ ആവശ്യമായ, ഒരു പ്രശ്നമുണ്ടായാലും നിയന്ത്രിക്കാൻ ആവശ്യമായ പോലീസുകാരെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ ഈ സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ അവിടേക്ക് തന്നെ പോകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ പോലീസ് ജീപ്പ് ഉപേക്ഷിച്ച് പോലീസ് വാൻ തന്നെ തിരഞ്ഞെടുത്ത് അതിനാൽ തന്നെയാകാം പോലീസ് വാനിൽ എല്ലാ വിധത്തിലുള്ള ക്രമീകരണങ്ങളുമുണ്ട്. അവരുടെ ഷീൽഡുകളടക്കം ഹെൽമെറ്റുകളടക്കമുള്ള മുഴുവൻ ക്രമീകരണങ്ങളും ഒരുക്കിയാണ് സുഗതനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതിനാൽ തന്നെ വട്ടിയൂർക്കാവിലേക്ക് തിരികെ പോകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സുഗതൻ തിരികെ ഇറങ്ങുമ്പോൾ ഒരു പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ് അതിനായാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. കാരണം അവിടെ നിന്നും വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മൈക്ക് നീട്ടി ചോദിച്ചിരുന്നു എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന്. പക്ഷേ അപ്പോൾ പ്രതികരണത്തിന് സുഗതൻ തയ്യാറായിരുന്നില്ല. മുദ്രാവാക്യം വിളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. സുഗതൻ വാഹനത്തിനകത്തു നിന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ സുഗതൻ്റെ അനുയായികൾ പുറത്തുനിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന BJPയുടെ പ്രവർത്തകരെയും സുഗതൻ്റെ അനുയായികളെയും വകഞ്ഞു മാറ്റിയാണ് പോലീസിന് വാഹനം അവിടെ നിന്നും കൊണ്ടുവരാനായത്. ഇപ്പോഴെന്തായാലും ജനറൽ ആശുപത്രിയിൽ സുഗതൻ്റെ വൈദ്യപരിശോധന പുരോഗമിക്കുന്നു. അധികം വൈകാതെ അത് പൂർത്തിയാകും. അതിനുശേഷം സുഗതൻ പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു പ്രതികരണം ഉണ്ടാകും. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ സുഗതൻ്റെ ഒരു ഭാഗം കൂടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ